കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെർലൈൻ പാർക്ക്, യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, സെൻറ്റോസ ഐലൻഡ് എല്ലാം കണ്ടു. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കാം. ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ. റോബർട്ട്സൺ കീ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. ഇതൊരു 3 സ്റ്റാർ ഹോട്ടലാണ്. 7,000+ ആണ് ഈ ഹോട്ടലിൽ ഒരു ദിവസത്തെ ചാർജ്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് അല്ല ഈ ഹോട്ടലിൽ. റൂമും ബാത്റൂമും ഒക്കെ ചെറുതാണ്. ഒരു 10,000 റേഞ്ചിന്റെ ഹോട്ടലാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ റൂമും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡ് ആയിട്ട് കിട്ടും. ഫോർട്ട് കാനിങ് മെട്രോ സ്റ്റേഷൻ ഈ ഹോട്ടലിന്റെ അടുത്താണ്. അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും പോകാനൊക്കെ ഈസി ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ഗാർഡൻസ് ബൈ ദ ബേയിലേക്ക് പോയി. അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാണാൻ. ക്ലൗഡ് ഫോറസ്റ്റ്, ഫ്ലവർ ഡോം, ഫ്ലോറൽ ഫാൻറ്റസി, അങ്ങനത്തെ കുറേ ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജസ്. അപ്പോൾ ഞങ്ങൾ ക്ലൗഡ് ഫോറസ്റ്റിൻ്റെയും ഫ്ലവർ ഡോമിൻ്റെയും ചേർത്തുള്ള ടിക്കറ്റ് എടുത്തത് അത് $32 ആണ്. അങ്ങനെ ഞങ്ങൾ ക്ലൗഡ് ഫോറസ്റ്റിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതാണ് സിംഗപ്പൂരിലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കൊരു വലിയ ഇൻഡോർ വാട്ടർഫാൾ കാണാം. 35 മീറ്റേഴ്സ് ഹൈറ്റ് ഉണ്ട് ഈ വാട്ടർഫാളിന്. ഇതൊരു ഗ്രീൻ ഹൗസ് സ്ട്രക്ചറിലാണ് പണിതിട്ടുള്ളത്. നേച്ചർ ലവേഴ്സിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാവും. കാരണം ഇതിൽ ഒരുപാട് എക്സോട്ടിക് ഫ്ലവേഴ്സും പ്ലാന്റ്സും ട്രീസും ഒക്കെ കാണാം ഇവിടെ. ഇതൊരു 1.5 മണിക്കൂർ നടന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട്. മുകളിലേക്ക് കയറാൻ ലിഫ്റ്റ് ഉണ്ട്. പിന്നെ താഴേക്ക് ഇറങ്ങാൻ ക്ലൗഡ് വാക്ക് വേയും ഉണ്ട്. ഇതാണ് പിക്ചർ പ്ലാന്റ്. പണ്ട് നമ്മൾ സയൻസിലൊക്കെ പഠിച്ച ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പിക്ചർ പ്ലാന്റ്. ഇതൊരു മറൂൺ കളറിലതാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ഒരുപാടുണ്ട്. ഇതിന് ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം കാണുന്നൊരു വ്യൂ ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ കുറേ ക്ലൗഡ് വാക്ക് വേസ് ഉണ്ട്. ഇവിടെ കാണുന്ന എല്ലാ പ്ലാന്റ്സും ട്രീസും നാച്ചുറൽ ആണ്. അല്ലാതെ ഒന്നും പ്ലാസ്റ്റിക്കോ അങ്ങനെ ഉണ്ടാക്കി വെച്ച ഒന്നുമല്ല. എല്ലാ കാര്യങ്ങളും നാച്ചുറലാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിനുള്ളിൽ തന്നെ ഇത്രയും വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു അത്ഭുതമാണ്. ഈ വാട്ടർഫാൾ മാത്രമേ ഉള്ളൂ ഒരു ആർട്ടിഫിഷ്യൽ ഉള്ളൂ. ഇവിടെ തന്നെ താഴെ ഒരു റൂമിലാണ് ഈ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്ത ഫോറസ്റ്റ് ഉള്ളത്. ഈ റൂം ഫുള്ളായിട്ട് ഈ സ്ക്രീൻ ഉണ്ട്. ഇതിലുള്ള വിഷ്വൽസ് മാറി മാറി വരും. കുട്ടികൾക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും. ഇതാണ് ക്ലൗഡ് ഫോറസ്റ്റിലെ സീക്രട്ട് ഗാർഡൻ. ഇവിടെ ലെൻസൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിലുള്ള പ്ലാന്റ്സ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫ്ലവർ ഡോം. ഇത് ക്ലൗഡ് ഫോറസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ്. ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും കൂടെയുള്ള ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. ഈ ഫ്ലവർ ഡോമിൽ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സും ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാണ് ഉള്ളത്. ഫ്ലവേഴ്സിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം ഫ്ലവേഴ്സൊന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നത് ഇതിനേക്കാളും ബെറ്റർ ഫ്ലോറൽ ഫാൻറ്റസി ആണെന്ന് തോന്നുന്നു. പക്ഷേ ഫ്ലോറൽ ഫാൻറ്റസി അതിൻ്റെ പൈസയ്ക്കുള്ള അത്ര വേർത്തല്ല എന്നൊക്കെ ചില വീഡിയോസിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും കൂടെയുള്ള ടിക്കറ്റ് എടുത്തത്. ഈ ഫ്ലവർ ഡോം അത്ര കാണാൻ അത്ര ഭയങ്കരമായിട്ട് സംഭവമായിരുന്നു തോന്നിയില്ല. പക്ഷേ ഇത് ഒന്നിച്ചുള്ളൊരു പാക്കേജ് പോലെയാണ് ടിക്കറ്റ്സ് ഉള്ളത്. ആക്ച്വലി ക്ലൗഡ് ഫോറസ്റ്റ് നല്ലതാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഇവിടെ അത്ര വലിയ സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. ഇതിൻ്റെ പുറമെ ഗാർഡൻസ് ബൈ ദ ബേയിൽ ഇതുപോലെ ഒരു ഓപ്പൺ ജിം പോലത്തെ കുറേ സംഭവങ്ങളും അങ്ങനെ കുറേ ഏരിയാസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാൻ വേണ്ടി പറ്റിയത്. ഇവിടുന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഷോറൂം എത്തും. ഇതാണ് ആപ്പിളിൻ്റെ ഫസ്റ്റ് ഫ്ലോട്ടിംഗ് ഷോറൂം. ഇതിൻ്റെ സെപ്പറേറ്റ് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അതിൽ ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ മെട്രോ കയറി ലിറ്റിൽ ഇന്ത്യ ഇറങ്ങി. ഇതാണ് ലിറ്റിൽ ഇന്ത്യ. ഇവിടെ കംപ്ലീറ്റ് ഇന്ത്യൻസ് ഒക്കെയാണ് ഉള്ളത്. ഇവിടുത്തെ ഷോപ്സും എല്ലാം നടത്തുന്നത് ഇന്ത്യൻസ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സിംഗപ്പൂർ ആണെന്ന് ഫീൽ ചെയ്യേയില്ല. കംപ്ലീറ്റ്ലി ഒരു ഇന്ത്യൻ വൈബാണ്. ഫുൾ സ്റ്റോർസ്, ഷോപ്സ്, മാർക്കറ്റ്സ് എല്ലാം ഇന്ത്യയിലെ പോലെ തന്നെ. ഞങ്ങളിവിടെ ലഞ്ച് കഴിക്കാനാണ് വന്നത്. ഞങ്ങളിവിടെ മിസ്റ്റർ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അവിടുത്തെ ബിരിയാണിയൊക്കെ നന്നായിരുന്നു. അവിടുത്തെ സ്റ്റാഫ്സ് കുറേ മലയാളികളായിരുന്നു. ഇത്രയും ദിവസം സിംഗപ്പൂർ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്നൊരു ഇന്ത്യൻ ഫുഡ് കിട്ടിയപ്പോൾ നല്ല അടിപൊളിയായി തോന്നി. ഇവിടെ പിന്നെ ഷോപ്പിങ്ങിനും കുറേ ഏരിയാസ് ഉണ്ട്. ഇതൊരു ഗിഫ്റ്റ് ഷോപ്പാണ്. ഇവിടെ $1, $2 കുറേ ഐറ്റംസ് ഉണ്ട്. മാഗ്നറ്റ്സും അല്ലാത്ത കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഷോപ്പ് ചെയ്യാം.
പിന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് ചോക്ലേറ്റ് ഒക്കെ വാങ്ങണമെങ്കിൽ ഈ മുസ്തഫ സൂപ്പർ മാർക്കറ്റിൽ വന്ന് വാങ്ങിച്ചാൽ മതി. ഇവിടെയാണ് കുറച്ചും കൂടി അഫോർഡബിൾ. അവിടുന്ന് പിന്നെ ഞങ്ങൾ ബുഗി സ്ട്രീറ്റിലേക്ക് പോയി. ഇതാണ് സിംഗപ്പൂരിലെ വേറൊരു അഫോർഡബിൾ ഷോപ്പിംഗ് ഏരിയ. ഇവിടെ ബ്രാൻഡഡ് ഷോപ്സ് മുതൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് വരെ ഉണ്ട്. ഇവിടുത്തെ ബ്രാൻഡഡ് ഷോപ്സിലൊന്നും അത്ര ചീപ്പായിട്ടൊന്നും അല്ല ഉള്ളത്, ചെറിയ ഓഫേഴ്സൊക്കെ ഉണ്ടാവും. പിന്നെ ഇതുപോലത്തെ സ്ട്രീറ്റിലൊക്കെ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ ഐറ്റംസ് കിട്ടും. പക്ഷെ അതൊന്നും അത്ര ഭയങ്കര ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾ കുറേ നടന്ന് നോക്കി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, നാട്ടിലേക്കൊക്കെ വാങ്ങണമെങ്കിലൊക്കെ ആയിട്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ചൈന ടൗണിലേക്ക് പോയി. ചൈന ടൗണിലും കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. എനിക്ക് ബുഗി സ്ട്രീറ്റിനേക്കാളും കുറച്ചും കൂടെ ചീപ്പറായിട്ട് ഫീൽ ചെയ്തത് ഈ ചൈന ടൗണിലെ ഷോപ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയ വല്ല പേഴ്സ്, മാഗ്നറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ചൈന ടൗണിൽ നിന്ന് വാങ്ങിക്കാം. എനിക്ക് ബുഗി സ്ട്രീറ്റിനേക്കാളും കുറച്ചും കൂടെ അഫോർഡബിളായി ഫീൽ ചെയ്തത് ചൈന ടൗൺ ആണ്. ഫുഡ് ഐറ്റംസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചൈന ടൗണിൽ വരാം. ഇവിടെ കുറേ സീ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരുപാട് ഷോപ്സ് ഉണ്ട്. നെക്സ്റ്റ് മോർണിംഗ് ഞങ്ങൾ വീണ്ടും ചൈന ടൗണിലേക്ക് തന്നെ വന്നു. ഇത് മെർലൈൻ സ്റ്റാച്യുവിൻ്റെ അതേ ഷേപ്പിലുള്ള ഒരു ഐസ്ക്രീമാണ്. ഇത് ഇവിടെ ചൈന ടൗണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് കാണുന്നത്ര സുഖമൊന്നുമില്ല കഴിക്കാൻ. ഇതാണ് ബുദ്ധ ടൂത്ത് റിലിക് ടെമ്പിൾ. ഇതൊരു ചൈനീസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. ചൈനീസ് ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഈ ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ടെമ്പിൾ രാവിലെ 7 മണി തൊട്ടിട്ട് വൈകുന്നേരം 5 മണി വരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കും. ഇതിനുള്ളിൽ കുറേ പ്രയർ ഏരിയസ് ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ബുദ്ധൻ്റെ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഫോർട്ട് കാനിങ്ങിലേക്കാണ് പോയത്. സിംഗപ്പൂരിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഫോർട്ട് കാനിങ്. ഇന്ത്യയുടെ ഫസ്റ്റ് വൈസ്രോയ് ആയ ലോർഡ് കാനിങ്ങിൻ്റെ പേരിലാണ് ഈ ഫോർട്ട് കാനിങ് എന്നുള്ള പേര് വന്നത്. ഈ ഫോർട്ട് ഒരു കുന്നിൻ്റെ മുകളിലാണുള്ളത്. പണ്ട് മലേഷ്യയിലുള്ളവർ ഇതിനെ ഒരു വിലക്കപ്പെട്ട കുന്ന് എന്നായിരുന്നു വിളിച്ചിരുന്നത്. പുരാതന സിംഗപ്പൂരിലെ രാജാക്കന്മാരെയൊക്കെ അടക്കം ചെയ്ത സ്ഥലമായിരുന്നു ഇത്. അതുകൊണ്ട് ഇതിന് പ്രേതബാധ ഉണ്ടെന്നൊക്കെ ആയിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. ഇതാണ് ഫോർട്ട് കാനിങ്ങിലെ ഹെറിറ്റേജ് ഗാലറി. ഇവിടെ നിങ്ങൾക്ക് സിംഗപ്പൂരിൻ്റെ ഹിസ്റ്ററി കാണിക്കുന്ന പിക്ചേഴ്സും കുറേ റൈറ്റിങ്സും എല്ലാം ഇതിനുള്ളിലുണ്ട്. ഇവിടേക്കുള്ള എൻട്രി ഫ്രീ ആണ്. സിംഗപ്പൂരിൽ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അതുകൊണ്ട് നിങ്ങളിവിടെ വരുമ്പം കുടയോ അല്ലെങ്കിൽ റെയിൻ കോട്ടോ എന്തെങ്കിലും കരുതണം. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മഴ കിട്ടി. വേറെ ദിവസമൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. ഇത് താഴേക്ക് പോയാലാണ് ട്രീ ടണൽ. ഇവിടെയാണ് ആൾക്കാർ മെയിനായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വരുന്നത്. ഭയങ്കര ക്യൂ ആയിരുന്നു ഫോട്ടോ എടുക്കാൻ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ മാത്രം എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോയി. എയർപോർട്ടിൽ തന്നെ നിങ്ങൾക്ക് കുറേ കാണാനുണ്ട്. അതുകൊണ്ടൊരു 3-4 hours മുന്നെങ്കിലും പോവുക. അതിൻ്റെ ഒരു സെപ്പറേറ്റ് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണുക. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പ്ലീസ് സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ്.